പറയുന്നത് എന്താണ്? ഞങ്ങൾ ആശയത്തിൽ ഞങ്ങളൊക്കെ ഒന്നാണ്, ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ടൊരു വ്യത്യാസമില്ല എന്ന് നിങ്ങൾ എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടില്ലേ? അതാ നിങ്ങളുടെ കക്ഷികളിൽപ്പെട്ട ഒരാൾ പറയുന്നു, അതാ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ വിശദീകരിക്കുന്നു ആ കാര്യം. ഇപ്പൊ നിങ്ങൾ പരസ്യമായി പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും എന്താ? കുറ്റ്യാടിപ്പള്ളിയിൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പണ്ഡിത വേഷം ധരിച്ച ഒരു മാന്യദേഹം പറഞ്ഞെന്താ? സ്വന്തം സ്ഥാപനം പലിശക്ക് പണയം വെച്ചിട്ട് കമാലിയ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടി സമുദായം അംഗീകരിക്കാത്ത പ്രവർത്തനം ചെയ്തപ്പോ സമുദായത്തിൽ നിന്ന് മോശമായ ഇമേജ് വരുന്നു എന്ന് കണ്ടപ്പോ, സമൂഹം എതിർക്കുന്നു എന്ന് കണ്ടപ്പോ പരസ്യമായി പള്ളിയിൽ ആളുകളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പടയെങ്കിൽ പണയം വെച്ചിട്ടുണ്ട്, പിന്നെന്താ ഞങ്ങൾക്ക് സ്ഥാപനം പണയം വെച്ചുകൂടെ? തെക്കുപീർ ചൊല്ലി കുട്ടികൾ പാസാക്കി. റസൂലുള്ള പടയെങ്കിൽ പണയം വെച്ചു എന്നാ പറഞ്ഞു. റസൂലുള്ളാന്റെ പടയെങ്കിൽ പണയം വെച്ച് പലിശ പണയം വെച്ചിട്ട് അതിന് ഗോതമ്പിന്റെ പൊടി റസൂലുള്ള വാങ്ങിയതിന് തുല്യമാക്കുന്ന ഏർപ്പാട് തനി ജൂദായിസമാണ്. അള്ളാഹിന്റെ പരിശുദ്ധ പ്രവാചകരുടെ പേര് കള്ളത്തരം പ്രചരിപ്പിക്കുക. അത് പണയം വെച്ചിട്ടേ ഉള്ളൂ, അത് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. എന്താണ് പണയം വെക്കാന്ന് പറഞ്ഞാൽ, ഈ കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ മുത്താലിമ്യങ്ങളില്ലേ, ചെറുപ്പകാലത്ത് കിതാബ് ഓതി പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പോലും പഠിക്കുമ്പോൾ ഷർത്തുൽ മർഹൂനി അയ്യകൂന ഐനൻ യജൂസു ബൈഉഹാ, പണയം വെക്കുന്ന സാധനം വിൽക്കൽ ജായിസായ സാധനം പറ്റൂ. കോഴിക്കോട്ടങ്ങാടിയിൽ പള്ളിയടക്കം വഖഫ് ചെയ്ത സ്വത്ത് ഇയാൾക്ക് വിൽക്കാൻ ആരാ അവകാശം കൊടുത്തത്? വിൽക്കാൻ അവകാശമുള്ള സാധനമാണെങ്കിൽ തന്നെ വഖഫ് സ്വത്താണെങ്കിൽ തീരെ പറ്റില്ലല്ലോ. മാത്രമല്ല റഹിനെ ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞാൽ എന്താ? പണയം വെക്കാന്ന് പറഞ്ഞാൽ എന്താ? പണയം വെക്കാന്ന് പറഞ്ഞാൽ സകല ഫിഖിന്റെ കിതാബ് എന്ന് പറയുന്നത് ഫായിദത്തുർ റഹ്ൻ, പണയം വെക്കുക എന്നതിന്റെ അതിന്റെ ഫായിദ, അതിന്റെ പ്രയോജനം, അതിന്റെ ആവശ്യം. എന്തിനാ പണയം? അതിന്റെ ഉദ്ദേശം തന്നെ ബൈഉൽ ഐൻ ഇൻദൽ ഹാജതി ഇലാ വഫാഇൽ ഹഖ്, ഈ ഹക്ക് വീട്ടാൻ കഴിയാതെ വരുമ്പോൾ വിൽക്കാനാണ് പണയം. ബാങ്കിൽ വെച്ച ഈട് ഇവർക്ക് ഈ കോടികൾ വീട്ടാൻ കഴിയാഞ്ഞാൽ ബാങ്ക് വിൽക്കും. അത് വളരെ വ്യക്തമല്ലേ? ഫതുഹുൽ മുഈൻ മുതലുള്ള മേലോട്ടുള്ള സകല കിതാബും പറഞ്ഞു, പണയമെന്ന് പറഞ്ഞാൽ വഹുവ ജാഇലു ഐനിൻ യജൂസു ബൈഉഹാ വഫീഖതൻ ബിദൈനിൻ യുസ്തൗഫാ മിൻഹാ ഇൻദ തഅദ്ദുരി വഫാഇഹി, വീട്ടാൻ പ്രയാസപ്പെടുമ്പോൾ വിൽക്കാൻ പറ്റുന്ന സാധനം ഒരു പകരമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാട്. എന്നിട്ട് പള്ളിയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി പരിശുദ്ധ റമദാനിൽ പറയുന്നു, അള്ളാന്റെ റസൂൽ പടയെങ്കിൽ പണയം വെച്ച പോലെയാണെന്ന്. അള്ളാന്റെ റസൂൽ പണയം വെച്ച പടയെങ്കിൽ റസൂലുള്ളാന്റെ വിൽക്കപ്പെട്ടതാ, വിൽക്കാം, വെറുതെ കൊടുക്കാം, ആവശ്യം റസൂലുള്ള തീരുമാനിക്കും. ഈ സ്ഥാപനം നിങ്ങൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു തന്നിട്ടുണ്ടോ? സമുദായത്തിന്റെ മടിശ്ശേരിയിലെ പണം കരഞ്ഞു പിരിച്ചിട്ട് ഈ വിധം തമ്മാടിത്തം കാണിക്കാൻ പാടുണ്ടോ? തെറ്റ് ചെയ്തിട്ട് പിന്നെ ന്യായീകരിക്കുന്നത് ജൂഡായിസല്ലേ? എന്തിനും വൃത്തികേട് ചെയ്യാന്നിട്ട് ജനങ്ങൾ നമ്മെ ന്യായീകരിക്കാം. എന്നിട്ട് പറയാം പലിശ വാങ്ങുന്നത് നുറുവത്തിന്റെ ഘട്ടത്തിൽ അനുവദനീയമാണ്. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമിങ്ങളെ കൂട്ടും. അടുക്കട്ടെ, ഇയാൾക്ക് തുല്യനായ ഒരാൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാമി ഒറ്റാൾ മാത്രമേ. ഞാൻ പിന്നെ അത് പറഞ്ഞാല് മറ്റേ സമുദായത്തിൽ ചില ബുദ്ധിമുട്ടുണ്ടാവുന്ന കൂടുതൽ വായിക്കുന്നതോടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ പറയാൻ സമയം ഉണ്ടാവില്ല, വളരെ പരിമിതമായ സമയമാണ് നമ്മൾ വരുന്നത്. എന്തിനാണ് ഒരു തെറ്റ് ചെയ്തിട്ട് പിന്നെ ഈ വിധം ജനങ്ങളെ കൂട്ടുപിടിച്ചിട്ട് കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഇമാമിങ്ങളെ കൂട്ടുപിടിച്ച് ന്യായീകരിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാത്ത നുറുവത്തിന്റെ ഘട്ട ഏതാണെന്ന് ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ആകെ വസതാൻ പോവാൻ. യാതൊരു ചികിത്സാ സംവിധാനം ഒന്നവിടെ ചെയ്തില്ല. നുറുവത്തിന്റെ ഘട്ട നിർബന്ധം തുടങ്ങാൻ വരെ മാത്രം അതാണ് അയച്ചതാണ്. ആ രീതിയിൽ പറഞ്ഞ് എളുപ്പാക്കാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അവസരമാണ് വരുന്നത് കേട്ടോ. ഇതാർക്ക് മറുപടി കൊടുത്താന്നറിയോ? 5 കോടി രൂപക്ക് മർക്കസ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പണയം വെച്ചപ്പോ പേരോട് കുറ്റ്യാടിപ്പള്ളിയിൽ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുടെ റസൂല് പടയെങ്കിൽ പണയം വെച്ചിട്ടില്ലേ എന്ന്. ഇതിന് കൊടുത്ത മറുപടി, അത് കൊടുക്ക് പോയിട്ട് മറുപടി അവിടെ കേട്ടോ. നിങ്ങളാ ഞങ്ങളോട് 933 രൂപയുടെ പലിശന്റെ കണക്ക് പറയുന്നത്, അതും ഞങ്ങൾ വാങ്ങിത്തന്നോ? നിങ്ങൾ എത്രയാണ്, നിങ്ങളുടെ എത്ര കോടിയും അതിന്റെ എത്ര ലക്ഷമൊക്കെ എന്നുള്ള കണക്ക് ഞാൻ പറയണ്ട, ഹസൻ സഖാഫി പറയട്ടെ, നിങ്ങളെ കൂട്ടത്തിലുള്ള സഖാഫി തന്നെ പറയട്ടെ, എത്രയാണ് കണക്ക്. കോഴിക്കോട് ടൗണിൽ സ്ഥാപിച്ച ഒരു ബിൽഡിംഗ്, ആ ബിൽഡിംഗ് അവർ പണയപ്പെടുത്തി സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് പണയപ്പെടുത്തിയത്. ഇങ്ങനെ പണയപ്പെടുത്തി എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? അതേ സമയത്ത് ഇത് പണയപ്പെടുത്തി എന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് AP അബൂബക്കർ മൗലവി തന്നെയാണ്. അയാൾ തന്നെയാണ് പറഞ്ഞത് പണയപ്പെടുത്തി എന്ന് പറഞ്ഞത്. എന്നാൽ ഇയാള് കളവ് പറയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇടക്ക് വന്ന് കയറിയ ഒരു ഉദാഹരണം ഇതാ. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോലത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ?
നോക്കിക്കോ, എന്താ പറയുന്നത്? ഹെഡിങ് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് പറഞ്ഞ വാക്കുകള് ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണ്. ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ലെറ്റർ പേഡ്. ഈ ലെറ്റർ പേഡിൽ എന്താ കാണുന്നത്? ഞാൻ വായിക്കാം. മർക്കസു സഖാഫത്തി സുന്നിയ, PO കാരന്തൂർ 673571 കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ ലെറ്റർ പേഡ് ദ ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കോഴിക്കോട് സാർ, പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരെ പേരിലാണ് നോക്കണം? ലോകത്തിക്കണ്ട മുഫസ്സിരീങ്ങളൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്. ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ട ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാരെ അധികാരപ്പെടുത്തുകയും ചെയ്തു. യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോയാൽ കാണാം. ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഗ്യാരണ്ടി പേപ്പറല്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാളെപ്പോഴുള്ള സംശയമുണ്ട്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ? ആ പലിശ ഞാൻ കാണിച്ചു തരാം. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണിത്. ആ റെസീപ്റ്റിൽ എഴുതിയത് എന്താ? ഞാൻ വായിച്ചു തരാം. 18/1/2002 മുതൽ 10/12/2002 വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ 5 കോടി ലോൺ രൂപയുണ്ടല്ലോ, ഈ ലോൺ നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട്, പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 42,93,876 രൂപ എഴുതി കൊടുത്തിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ ഇയാളെ കളവ് പറയുന്ന ആളാന്ന് പറഞ്ഞത്, പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് അല്ലാഹുവിന്റെ ദീനാണോ? ഇത് അല്ലാഹുവിന്റെ ദീനാണോ? നേരത്തെ നിങ്ങളൊക്കെ കണ്ടതാണിത്. ഇതേതാ? മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് വല്ലാത്ത ആദരവ് കൊടുത്തു. മാതൃഭൂമി സപ്ലിമെന്റ് അഥവാ മാതൃഭൂമി ലേഖകൻ എഴുതിയതല്ല, സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് വിലക്കെടുത്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഫോട്ടോ, ആവശ്യമുള്ള വാക്കുകൾ ഇവർ എഴുതി ചേർത്തത്. അതിലെന്താ ഉള്ളത്? മർക്കസിന്റെ 23ാം വാർഷിക സമ്മേളനം നടക്കുമ്പോ 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ കാഴ്ചവെച്ചു എന്നും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോളം തുല്യനായ ഒരു മനുഷ്യൻ ഇന്നുണ്ടെങ്കിൽ, അതിന് ഭാഗ്യവാനായ ഒരാളുണ്ടെങ്കിൽ അത് AP തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രവാചക തുല്യനാക്കിയിട്ട് ഇയാളെ പരിചയപ്പെടുത്തി അല്ലേ? ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ മതത്തിനെതിൽ ഇയാള് വല്ലതും ചെയ്താൽ അത് പ്രവാചകർ ചെയ്തതിന് തുല്യമാണ് എന്ന് വരുത്തും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തിയത് മാളയിലെ ഈ കമാലിയ മെഡിക്കൽ ട്രസ്റ്റിനു വേണ്ടി ഇവർ പണയപ്പെടുത്തി 5 കോടി രൂപ ലോൺ എടുത്തു. ഇത് തെറ്റല്ലേ, ഹറാമല്ലേ എന്ന് ചോദിച്ചപ്പോ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറ്റ്യാടി ഭാഗത്ത് കോളേജ് നടത്തുന്ന പേരോട്ടുകാരൻ മൗലവി പരസ്യമായിട്ട് പറഞ്ഞു, ദുബൈയിലെ ഷെർവാനി പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചു. വേറെയും അവരുടെ കേസറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്. അതിലൊക്കെ എന്താ പ്രസംഗിച്ചത്?
അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അവിടുത്തെ പടയെങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പണയപ്പെടുത്തിയത് വലിയ തെറ്റാണ് എന്ന് ധരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള പടയെങ്കിൽ പണയപ്പെടുത്തിയ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണോ? അത് പലിശക്കാണോ? 5 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടോ? 5 കാശ് ലോൺ എടുത്തിട്ടുണ്ടോ? അതിന്റെ പേരില് പലിശക്ക്. അപ്പൊ പ്രവാചക തുല്യനായി ഇയാളെ പരിചയപ്പെടുത്തിയിട്ട് ഇയാൾ ചെയ്ത തമ്മാടിത്തം നബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുക. മനസ്സിലായില്ലേ? അത് വളരെ വിശദീകരണമൊന്നും ഇനി ആവശ്യമില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്, ഓരോ അവസരത്തിലും ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇനിയും ഇങ്ങനെ ഓരോന്ന് പുതിയത് കിട്ടുമ്പോൾ ഇനിയുണ്ട് നമ്മളെ കയ്യിൽ. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നീട് ഇനിയും കാണിക്കാം. ഇനി സഹോദരന്മാരെ,